ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 സോഷ്യോളജിയുടെ ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, സോഷ്യൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സാമൂഹിക പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന പാഠം. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 2 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്ലോബലൈസേഷൻ്റെ പാഠവും അതുപോലെ തന്നെ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അടങ്ങുന്ന ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മലയാളം മീഡിയത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ഒരുമിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആദ്യമേ നമ്മളിവിടെ പഠിക്കേണ്ടത് ആദ്യമേ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ലെന്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആൻഡ് ഓൾസോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഫ്യൂച്ചേഴ്സ് ഓഫ് എ സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഒരു സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതായത് എന്തൊക്കെയാണ് ഫ്യൂച്ചേഴ്സ്, സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ പൊതുവായിട്ടുള്ള സവിശേഷത എന്താണെന്ന് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും പഠിച്ചിട്ട് പോകണം. നമുക്കിതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അത് എന്താണ് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകാം. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന വേറൊരു സംഭവമുണ്ട്. കാണുന്നുണ്ടോ, കൗണ്ടർ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്, ഒരു ടേം ഉണ്ട്, കൗണ്ടർ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. പ്രതിപ്രസ്ഥാനങ്ങളെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം കേട്ടോ. പ്രതിപ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കൗണ്ടർ മൂവ്മെൻറ്റ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൗണ്ടർ മൂവ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് നമുക്കൊരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഡെഫിനേഷനായിട്ടൊന്ന് നോക്കി വയ്ക്കുക. ഇതിനെ നമുക്ക് മലയാളത്തിൽ പ്രതിപ്രസ്ഥാനങ്ങളെന്നോ എതിർ പ്രസ്ഥാനങ്ങളെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ കൗണ്ടർ മൂവ്മെൻറ്റ്സ് 2 മാർക്കിന് കണക്കാക്കി നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് അത് ചോദിക്കാറുണ്ട്. ഓക്കെ, അതാണ് അവിടെ നിന്ന് നോക്കേണ്ടത്. നമ്മുടെ സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ ഫ്യൂച്ചേഴ്സ് ആരും വിട്ടുപോകരുത്, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് കാണാൻ പറ്റും. ഇത് ഒരു 4-5 മാർക്കിന് ഉറപ്പായിട്ടും ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇത് ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ ഇത് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എസ്സേ ടോപ്പിക്കായിട്ട് തന്നെ നിങ്ങളിത് പഠിക്കണം, തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 8 മാർക്കിനോ 4-5 ഷോർട്ട് എസ്സേ ആയിട്ടോ ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ട് 3 തിയറീസിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാം. ദ തിയറി ഓഫ് റിലേറ്റീവ് ഡിപ്രൈവേഷൻ മാൻകർ ഓൾസൻ്റെ തിയറീനെ പറ്റി പറയുന്നുണ്ട്. റിസോഴ്സ് മൊബിലൈസേഷൻ തിയറീനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 തിയറീസിനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോൾ ഇവിടുത്തെ ആൻസർ ആവും. അപ്പോൾ തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഒരു എസ്സേ കണക്കാക്കി 8 മാർക്കിന് കണക്കാക്കി തന്നെ നിങ്ങളത് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇനി അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിവിധ തരം സാമൂഹിക പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്നാണ് ഉള്ളതെന്നുള്ളത് ഇത് ഒരു 5 മാർക്കിനൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമായിട്ടും റിഡംപ്റ്റീവ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേറ്ററി സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, റവല്യൂഷണറി സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതുമാത്രമല്ല റിഫോമിസ്റ്റ് സോഷ്യൽ മൂവ്മെൻറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, റിഡംപ്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് അവിടെ മലയാളത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ഈ ഒരു ടോപ്പിക്ക് ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ ഈ 3 സബ് ടോപ്പിക്സ് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളിവിടെ പഴയ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ പറ്റിയും പുതിയ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഡിസ്റ്റിങ്വിഷിംഗ് ദ ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഫ്രം ദ ഓൾഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്ന്, പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളെ പഴയതിൽ നിന്ന് വേർതിരിച്ച് കാണും. ഓക്കെ, അപ്പോൾ ഓൾഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കമ്പയർ ചെയ്ത് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് അതൊരു ഷോർട്ടസ്റ്റ് ലെവൽ ഒരു 4-5 മാർക്കിന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരുന്നത് കുറേ മൂവ്മെൻറ്റുകളെ പറ്റി പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നുപോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം കൂടി ചോദിക്കത്തില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഇതിൽ നിന്ന് എവിടെ നിന്ന് വേണം നമുക്ക് ചോദ്യം വരാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് കേട്ടോ. ഓക്കെ, ആദ്യമേ നമ്മൾ പഠിക്കുന്നതാണ് എക്കോളജിക്കൽ മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ട്, പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിനകത്താണ് നമ്മൾ ചിപ്കോ മൂവ്മെൻറ്റിനെ പറ്റി പഠിക്കുന്നത്, ചിപ്കോ പ്രസ്ഥാനം അല്ലേ. ഓക്കെ, അപ്പോൾ എക്കോളജിക്കൽ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മളവിടെ എന്താണ് എക്കോളജിക്കൽ മൂവ്മെൻറ്റ്
മൂവ്മെൻറ്റ് പ്രത്യേകത എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിപ്കോ പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്കോളജിക്കൽ മൂവ്മെൻറ്റ് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ചിപ്കോ പ്രസ്ഥാനമൊക്കെ നമ്മൾ പൊളിറ്റിക്സിലും പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു അത് ഞാൻ പറഞ്ഞില്ല, ഒരു 6 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ അതൊരു ഷോർട്ടസ് ആയിട്ടോ അല്ലെങ്കിൽ 8 മാർക്കിന് എസ് ആയിട്ടൊക്കെ വരും കേട്ടോ, ഈ ഒരു ചിപ്കോ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതാരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് എല്ലാവരും പഠിക്കാം. ഇനി നമുക്ക് വരുന്നതാണ് ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ് അല്ലേ, വർഗാടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സിനകത്ത് പഠിക്കുന്നത്, ഒന്നാമത് പഠിക്കുന്നത് കർഷക പ്രസ്ഥാനങ്ങൾ, പെസന്റ് മൂവ്മെൻറ്റ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അടുത്തെന്താണ്, അടുത്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, വർക്കേഴ്സ് മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കുക കേട്ടോ. ഇനി നക്സലൈറ്റ് മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഇതിനകത്താണ് കേട്ടോ. NCERT-യിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാനത് പറയാം. ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്, മീൻസ് കർഷക പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കേഴ്സ് മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നക്സലൈറ്റ് മൂവ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ടോപ്പിക്ക് കാണുന്നില്ല കേട്ടോ. ഓക്കെ, നക്സലൈറ്റ് മൂവ്മെൻറ്റ് കൂടി നിങ്ങൾ പഠിക്കണം, കാരണം അത് നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സിനകത്ത് നമ്മൾ ഏതൊക്കെ പഠിക്കേണ്ടതുണ്ട്, പെസൻറ്റ് മൂവ്മെൻറ്റ്സ് പഠിക്കുക, വർക്കേഴ്സ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ നക്സലൈറ്റ് പ്രസ്ഥാനം. ഓക്കെ, ഇത് മൂന്നും നമ്മൾ പഠിച്ച് എഴുതുമ്പോഴാണ് അവിടെ ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ്, അപ്പോൾ അത് ഒരുമിച്ച് എന്ത് ചെയ്യാം, നമുക്കൊരു ഷോർട്ടസ് ആയിട്ട് ചോദിക്കാം ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ അവിടെയാണ് അന്നേരമാണ് നമ്മൾ പെസൻറ്റ് മൂവ്മെൻറ്റ്സും വർക്കേഴ്സ് മൂവ്മെൻറ്റ്സും നക്സലൈറ്റ് മൂവ്മെൻറ്റും എഴുതേണ്ടത്. ഇനി അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ് ആണ് ജാതി അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ദളിത് മൂവ്മെൻറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. ദളിത് മൂവ്മെൻറ്റ് ഉറപ്പായിട്ട് നമുക്കൊരു ഷോർട്ടസേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ദളിത് മൂവ്മെൻറ്റ് നമുക്ക് ഒരിക്കലും ഷോർട്ടസേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഷോർട്ടസേ ആയിട്ടും വരും. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഷോർട്ടസേ എന്ന് പറയുന്നത് നമുക്ക് 8 മാർക്കിനും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദളിത് മൂവ്മെൻറ്റ് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, ദളിത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ബാക്ക്വേർഡ് കാസ്റ്റ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്, പിന്നാക്ക വർഗ ജാതി പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അത് നിങ്ങളൊന്ന് വായിച്ച് വെച്ചേക്കുക ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഉപരിജാതിയുടെ പ്രതികരണവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3 ടോപ്പിക്സും ഇതിനകത്ത് വരുന്നതാണ് കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ദളിത് മൂവ്മെൻറ്റ് ആണ് കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് ട്രൈബൽ മൂവ്മെൻറ്റ്സ്, ആദിവാസി പ്രസ്ഥാനങ്ങൾ കേട്ടോ. അപ്പോൾ ആദിവാസി പ്രസ്ഥാനങ്ങൾ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. ജാർഖണ്ഡിലെ ഇഷ്യൂവിനെ പറ്റി പറയുന്നുണ്ട്, ജാർഖണ്ഡ് മൂവ്മെൻറ്റ്, ജാർഖണ്ഡിലുണ്ടായ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ വടക്കു കിഴക്കൻ, അതായത് നോർത്ത് ഈസ്റ്റിലുണ്ടായ ട്രൈബൽ മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്സും എഴുതുമ്പോഴാണ് നമുക്ക് ഏത് ടോപ്പിക്ക് ഫുള്ളാകുന്നത്, ട്രൈബൽ മൂവ്മെൻറ്റ്സ്, ആദിവാസി പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അതിനകത്ത് ജാർഖണ്ഡിൽ എന്തായിരുന്നു സംഭവിച്ചത്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ വടക്ക് കിഴക്കൻ പ്രദേശത്ത് എങ്ങനെയാണ് അവിടെ പ്രസ്ഥാനം നടന്നതെന്നുള്ളത് നോക്കി വെക്കുക. ട്രൈബൽ മൂവ്മെൻറ്റ്സ് ചോദിക്കുമ്പോൾ അതും 4-5 മാർക്കിന് ഷോർട്ടസ്റ്റ് ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ അഥവാ ഇതൊന്നും നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ചോദിക്കില്ല. ഇതിലേതെങ്കിലുമൊക്കെ 1-2 ഒക്കെ പല രീതിയിൽ ചോദിക്കാം. പക്ഷേ ബാക്കി ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്നൊക്കെ 1 വേർഡ്സ് ആയിട്ടും പല കാര്യങ്ങളും വരാം. പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നയിച്ച ആൾക്കാരുടെ പേര്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 1 വേർഡ് ആയിട്ടും വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും പ്രയോജനപ്പെടും. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദ വിമൻസ് മൂവ്മെൻറ്റ് അല്ലേ, വനിതകളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ വിമൻസ് മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ഒരു 8 മാർക്കിൻ്റെ ഒരു എസ്സേ ചോദ്യമാണ്, അല്ലെങ്കിൽ ഷോർട്ടസ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇത് 2ആയിട്ട് തിരിച്ച് പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ആദ്യകാല വനിതാ സംഘടനകളും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വിമൻസ് മൂവ്മെൻറ്റ് ഓക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. മീൻസ് അതായത് നമുക്ക് ഇൻഡിപെൻഡൻസിന് കിട്ടിയതിന് ശേഷമുള്ള വിമൻസ് മൂവ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ആദ്യകാലത്ത് അവർ ഈ ഒരു സമരം ചെയ്യാനും പ്രസ്ഥാനം ഒക്കെ ആയിട്ട് മുന്നോട്ട് വരാനുള്ള ധൈര്യം വന്നത്, ആ ഒരു കാര്യം, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. വനിതകളുടെ പ്രസ്ഥാനം, വിമൻസ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ എക്കോളജിക്കൽ മൂവ്മെൻറ്റ്സിൽ ചിപ്കോ മൂവ്മെൻറ്റ് ഒഴിവാക്കരുത്. ആൻഡ് ഓൾസോ ബാക്കി പറഞ്ഞ മൂവ്മെൻറ്റ്സ്, ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ്, കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ്, പിന്നെന്താ ട്രൈബൽ മൂവ്മെൻറ്റ്സ്, വിമൻസ് മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ടും എസ്സേ ആയിട്ടും ഒക്കെ നമുക്ക് വരാം. അതൊന്നും അല്ലെങ്കിൽ വൺ വേർഡ്സ് ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ആദ്യം പറഞ്ഞ എന്താണ് സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ ഫ്യൂച്ചേഴ്സ്, ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, അതൊക്കെയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒരു 8 മാർക്ക് കണക്കാക്കി തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതൊക്കെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും വീഡിയോസ്, ഇനി ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിൻ്റെ വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.